ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്ന് പാനത്തൻ സിനിമ കണ്ണപ്പ എന്ന സിനിമയുടെ ട്രെയിലർ റിലീസ് ആയിരിക്കുകയാണ്. വിഷ്ണു മഞ്ജു നായകനായി എത്തുന്ന സിനിമയിൽ നമ്മുടെ ലാലേട്ടൻ, പ്രഭാസ്, അക്ഷയ് കുമാർ തുടങ്ങിയവരെല്ലാം തന്നെ ഗസ്റ്റ് കാമിയോ റോളിൽ എത്തുന്നുണ്ട്. ചിത്രത്തിന്റെ ട്രെയിലറിനെ കുറിച്ചുള്ള നമ്മുടെ അഭിപ്രായമാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. സിനിമയുടേതായിട്ട് ആദ്യം പുറത്തു വന്ന ടീസറിനേക്കാൾ അല്പം ഭേദപ്പെട്ട ക്വാളിറ്റി മികവും ഒപ്പം തന്നെ ഒരു കളർ ഗ്രേഡിംഗ് ഒക്കെ ആയിട്ടാണ് ട്രെയിലർ റിലീസ് ആയിരിക്കുന്നത്. അതിനുമപ്പുറം കാര്യമായിട്ടൊന്നും തന്നെ ട്രെയിലറിനെ കുറിച്ച് നല്ലത് എന്നൊന്നും പറയാനായിട്ടില്ല. ഭാഗ്യമുണ്ടെങ്കിൽ ക്ലിക്കായാൽ അന്യഭാഷാ പ്രേമികൾക്കിടയിൽ ക്ലിക്കായാൽ വലിയ കളക്ഷൻ നേടിയെടുക്കാനുള്ള സാധ്യത ഈ സിനിമയ്ക്കുണ്ട്. നമ്മുടെ മലയാളികൾക്കിടയിൽ ചലനം ഉണ്ടാക്കാനുള്ള സാധ്യതയിലാണ് ട്രെയിലർ ഉറപ്പ് നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് മലയാളം ഡബിങ്ങിലടക്കം പോരായ്മകൾ കാണാനായിട്ട് ഇടയായിട്ടുണ്ട്. ഒരു ആദിപുരുഷ പ്ലസ് കങ്കുവ പ്ലസ് ഒപ്പം തന്നെ രാമായണ സീരിയൽ പ്ലസ് കൂടാതെ ബാഹുബലിയിൽ കുറച്ച് രംഗങ്ങളെല്ലാം തന്നെ കൂട്ടിയിണക്കിക്കൊണ്ടുള്ള ഒരു സിനിമയാണ് കണ്ണപ്പ എന്നാണ് ട്രെയിലർ കട്ടിൽ നിന്ന് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. സിനിമയിലെ ഏറ്റവും മികച്ച കഥാപാത്രത്തെ അവതരിപ്പിക്കാനായിട്ട് കൊടുക്കേണ്ടത് നമ്മുടെ ലാലേട്ടനാണ്. എന്നാൽ ലാലേട്ടനാണ് സിനിമയിൽ ഏറ്റവും താഴെത്തട്ടിലുള്ള കഥാപാത്രത്തെ നൽകിയിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കുന്നത്. എന്തായാലും സിനിമയിൽ നന്നാവുമോ ലാലേട്ടന്റെ കഥാപാത്രം എന്നാണ് ഇനി നാം ഉറ്റുനോക്കുന്നത്. ജൂൺ 27-ാം തീയതിയാണ് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. ഇന്ന് കേരളത്തിൽ വെച്ചായിരുന്നു കണ്ണപ്പ ട്രെയിലർ ലോഞ്ച് നടന്നത്. ആ ചടങ്ങിൽ മോഹൻ ബാബു അടക്കമുള്ള വിശിഷ്ടാതിഥികൾ അന്യഭാഷയിൽ നിന്നും എത്തിയിരുന്നു. നമ്മുടെ ലാലേട്ടനും കൂടി ആ ട്രെയിലർ ലോഞ്ച് ഇവന്റിൽ പോകുന്നൊരു കാഴ്ച കണ്ടു. ഇതിനിടയിൽ സൗഹൃദത്തിന്റെ ഭാഗമായിട്ടാണ് ലാലേട്ടൻ ഈ സിനിമ കമ്മിറ്റ് ചെയ്തതെന്ന് നേരത്തെ തന്നെ ഉറപ്പാക്കപ്പെട്ടതാണല്ലോ. എന്തായാലും അതിന്റെ പേരിൽ ലാലേട്ടൻ ചെയ്ത സിനിമ മികച്ചതാകുമോ എന്നാണ് ഇനി നാം ഉറ്റുനോക്കുന്നത്. ആശീർവാദ് സിനിമാസ് ആണ് സിനിമയുടെ കേരള വിതരണം സ്വന്തമാക്കിയിരിക്കുന്നത്. കാത്തിരിക്കാം ജൂൺ 27 വരാനിരിക്കുന്ന കണ്ണപ്പ അഭിപ്രായങ്ങൾ കേട്ട്.